രാവിലെ നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള വഴിയിലൂടെ നടക്കാനിറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. മരുത റോഡ് പഞ്ചായത്തിലുള്ള പുതുശ്ശേരി സൂര്യച്ചിറ ശിവപാർവതി ക്ഷേത്രവും പരിസരവും. പാലക്കാടൻ ഗ്രാമഭംഗി അതറിയാൻ പറ്റുന്നൊരു സ്ഥലം. മരുത റോഡുള്ള വില്ലേജ് ഓഫീസും പെട്രോൾ പമ്പും എല്ലാം അത്യാവശ്യം പാലക്കാട്ടുകാർക്ക് അറിയാവുന്നൊരു സ്ഥലമാണ്. പെട്രോൾ പമ്പ് കഴിഞ്ഞതും സർവീസ് റോഡിലൂടെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു വഴി കാണും. ആ വഴി ചെന്ന് അവസാനിക്കുന്നിടത്താണ് ഇന്ന് തേടിപ്പോകുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ഇതാണെങ്കിലും പ്രതിഷ്ഠയും വിളക്കും കാണണമെങ്കിൽ മറുഭാഗത്ത് പോകണം. കുറേ കാലങ്ങളായി കാണാൻ ആഗ്രഹിച്ച കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ തിരക്കെല്ലാം കഴിഞ്ഞ് സൂര്യനസ്തമിക്കുന്ന സമയത്ത് കാറ്റും കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഈ ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യങ്ങളെ പറ്റിയൊന്നും ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും സാധാരണ കാഴ്ചക്കാരനെ പോലെ ഈ ക്ഷേത്രം മുഴുവനായി ഒന്ന് നടന്നു കാണാം. വലിയൊരു കുളം കൂടെ ഇവിടെയുണ്ട്. രാവിലെയായ കാരണം കുറച്ച് ആളുകൾ അവിടെ കുളിക്കുന്നുണ്ട്. എന്തായാലും അവരെ ഉപദ്രവിക്കാതെ അവരെ ഫ്രെയിമിൽ കിട്ടാത്ത രീതിയിൽ കുറച്ച് വീഡിയോസ് എടുക്കാൻ ശ്രമിക്കാം. ഈ സ്ഥലത്തെക്കുറിച്ച് ഗൂഗിളിൽ തപ്പിയപ്പോൾ നിറയെ ആമ്പൽ പൂക്കളുള്ള ഫോട്ടോ കാണാൻ കഴിഞ്ഞു. അത് പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നെങ്കിലും കുളത്തിൽ ഒരാമ്പൽ പൂവേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഏകദേശം ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളെല്ലാം കണ്ടു കഴിഞ്ഞു. അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല. നെൽപ്പാടങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ശിവപാർവതി ക്ഷേത്രമാണിത്. ശിവരാത്രി ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അധികമാർക്കും അറിയില്ല എന്നതാണ് സത്യം. ആദ്യം കരുതിയത് ഇത് മലമ്പുഴ കനാലാണെന്നാണ്. ഇതുവഴി പോയ നാട്ടുകാരനാണ് പറഞ്ഞത് ഇത് കനാലല്ല, മഴക്കാലത്ത് മഴവെള്ളം നിറഞ്ഞു പോകാറുള്ള ഒരു തോടാണെന്ന്. മഴ പെയ്താൽ ഇതിൽ വെള്ളം നിറയും. മഴക്കാലത്ത് വന്നാൽ മാത്രമേ ഈ തോട് നിറഞ്ഞൊഴുകുന്നത് കാണാൻ പറ്റൂ. ഇപ്പോഴും തനതായ ഒരു കേരള തനിമ ഇവിടെ കാണാൻ കഴിയും. നേരിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ഫീലും വ്യൂവും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. ഈ തോട് നിറഞ്ഞൊഴുകുമ്പോഴേ ഈ സ്ഥലത്തിൻ്റെ ഭംഗി മുഴുവനായും ആസ്വദിക്കാൻ കഴിയും. ശരിക്കും ഈ സ്ഥലത്തേക്ക് സൈക്കിളിലോ അല്ലെങ്കിൽ ആ മെയിൻ റോഡിൽ നിന്ന് അമ്പലം വരെ നടന്നു വരണം. പതിയെ നടന്ന് ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കണം. അങ്ങനെ നെൽപ്പാടത്തിൻ്റെയും കുളത്തിൻ്റെയും കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴായിരുന്നു അമ്പലത്തിന് മുന്നിലുള്ള മരത്തിൽ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. ക്ഷേത്രത്തിലേക്ക് വരാൻ 2-3 വഴികളുണ്ടെങ്കിലും കാറായി വരാൻ ഈ വഴി മാത്രമേ കഴിയൂ. ഇതിൻ്റെ പുറകുവശത്തുള്ള വഴിയിലൂടെ കുറേ 2 വീലേഴ്സ് വരുന്നത് കണ്ടു. ഹൈവേയിൽ നിന്ന് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നെൽപ്പാടങ്ങൾ തുടങ്ങുന്നത്. ആദ്യം കണ്ടപ്പോഴേ തീരുമാനിച്ചതാ അവിടെ നിന്ന് നടന്ന് ഇതുവരെ വരണമെന്ന്. മരുത റോഡ് ഗ്രാമപഞ്ചായത്തിലുള്ള തിരുമുണ്ടി തോടാണ് ഇത്. ഇവിടെ കണ്ട ആളുകൾ പറഞ്ഞ പോലെ മലമ്പുഴ കനാലല്ല, ഇതൊരു തോട് തന്നെയാണ്. നെൽപ്പാടങ്ങളുടെ പല ഭാഗങ്ങളിൽ നിന്ന് വെള്ളം വന്ന് ഈ തോടിൽ ചേരുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഹൈവേയുടെ കുറച്ച് ഭാഗങ്ങളും കാണുന്നുണ്ട്. ഹൈവേയിൽ നിന്ന് നെൽപ്പാടങ്ങൾക്കിടയിലൂടെയെല്ലാം നടന്നു വരാൻ കഴിയും. നല്ലൊരു ഫീലായിരിക്കും അത്. നല്ല ഗ്രാമത്തനിമയുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കത്താ ദൂരത്തോളമുള്ള നെൽപ്പാടങ്ങളും അതിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവും കാണാൻ കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. വിലമതിക്കാനാവാത്ത കുറേ നല്ല കാഴ്ചകളാണ് ഈ സ്ഥലം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റൊന്നുമില്ലാതെ സമയപരിധികളൊന്നുമില്ലാതെ സ്വതന്ത്രമായി യാത്ര ചെയ്ത് കണ്ടുപിടിച്ച് കാണാൻ കഴിയുന്ന ഇതുപോലുള്ള കാഴ്ചകൾ ഉറപ്പായും മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കും.